ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഘവൻ ഇനിയും പലതും കാണേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ രാഘവൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. സ്കൂളിൽ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പപ്പി എന്തൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പൊ രമേശൻ പറയുന്നുണ്ട്, നീ എന്താ എന്ന് ചിന്തിക്കുന്നത്, ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ പപ്പി പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരുത്തൻ പറയുന്നുണ്ട്, നീ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട് ടീച്ചറെ അടി മേടിക്കുന്ന പേടിച്ച് ചിന്തിക്കുകയാണോ? അല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ വീണ്ടും പറയുന്നത്, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുമ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പപ്പി ദേഷ്യത്തോടു കൂടി പറയുമ്പോഴാണ് കേട്ടോ ടീച്ചർ കടന്നു വരുന്നത്. അങ്ങനെ ടീച്ചർ കുട്ടികളെ ഇന്നെല്ലാവരും ഹോംവർക്ക് ചെയ്തു വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് പ്രൊജക്ട് തയ്യാറാക്കാണ്ടായിരുന്ന പപ്പിയായിരുന്നു. പത്മിനി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് മാം എന്ന് പറയണ്ടോ. പക്ഷേ തൻ്റെ ബാഗിൽ ബുക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. ആ സമയം തൻ്റെ ബുക്ക് എവിടെ പോയി എന്നറിയാതെ പത്മിനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ടീച്ചർ, എന്താ പത്മിനി, നിന്നോട് പ്രൊജക്ട് തയ്യാറാക്കാൻ പറഞ്ഞ് നീ ഇന്ന് തയ്യാറാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പത്മിനി പറയാൻ, ഞാൻ തയ്യാറാക്കിയുള്ളൂ, പിന്നെ ബുക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ മറന്നു എന്ന് പറയണേ. ഇത് കേട്ടോടെ തന്നെ, എന്താ നീ കള്ളം പറയുന്നു? എന്ത് കള്ളമാണ് എൻ്റെ മുന്നിൽ പറയുന്നത്? ഇനി മര്യാദക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കാതെ പുറത്തു പോകും എന്ന് പറഞ്ഞിട്ട് പത്മിനിയെ പുറത്താക്കണം കേട്ടോ. ഇതേ സമയം പത്മിനി സത്യം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു കഥയെ കുറിച്ചാണ് കേട്ടോ. അതായത് തലേദിവസം രാത്രി ശ്യാമ റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യം ചോദിക്കുന്നുണ്ട്, പപ്പി നീ അല്ലേ നാളെ പ്രൊജക്ട് തയ്യാറാക്കേണ്ടത്, അപ്പോൾ അതൊക്കെ ചെയ്തോ? അതൊക്കെ എപ്പോഴോ ചെയ്തു, ഫുള്ളായി ചെയ്തു വെച്ചോ? അതെ ചെയ്തു വെച്ചു എന്ന് പറയണേ. അപ്പോഴാണ് ശ്യാമ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മോളെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കഴിച്ചോളാം അമ്മയെന്ന് പറയുന്നുണ്ട്. അത് വേണ്ട ശാരദമ്മ, എത്ര നേരമായി നിങ്ങൾക്ക് ഭക്ഷണം കാത്തിരിക്കുന്നത്, അതുകൊണ്ട് മക്കൾ പോയി അത് കഴിക്കാന്ന് പറയണ്ട. അപ്പോൾ എനിക്ക് ബുക്കൊക്കെ എടുത്തു വെക്കാനുണ്ടെന്ന് പറഞ്ഞോടെ തന്നെ അത് ഞാൻ എടുത്തു വെച്ചോളാം എന്ന് ശ്യാമ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്. പിന്നീട് പപ്പിയെ കെട്ടിപ്പിടിച്ച് ശ്യാമ ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പപ്പിയും സത്യയും കൂടി ഭക്ഷണം കഴിക്കാൻ പോവാണ്. എന്നാൽ അവിടെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇവരാകെ പകച്ചു നിൽക്കണം. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ടീച്ചർ പറയുന്ന ആ ഒരു രംഗാണ് ടീച്ചർ പറയണേ, നാളെ രമേശനാണ് പ്രൊജക്റ്റ് തയ്യാറാക്കി കൊണ്ടുവരേണ്ടത്. ഇന്ന് പത്മിനി തയ്യാറാക്കാത്തത് കൊണ്ട് തന്നെ നാളെ രമേശൻ കൊണ്ടുവരണം. അത് കേട്ടോടെ തന്നെ രമേശൻ, ഈശ്വര നാളെ അടി ഉറപ്പാ. അത് കേട്ടോടെ തന്നെ, എന്താ രമേശ നീ എന്തേലും പറഞ്ഞോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ, നാളത്തെ ദിവസം നല്ല ദിവസമാണെന്ന് പറഞ്ഞതാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം സത്യ തൻ്റെ ബാഗ് ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. ബാഗ് തുറക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ച പത്മിനിയുടെ ടെക്സ്റ്റ് ആയിരിക്കും കേട്ടോ. അയ്യോ, ഇതിൽ അവൾ പ്രൊജക്ട് തയ്യാറാക്കിയതാണല്ലോ, ഇതിൽ കാണുന്ന ഈശ്വര പെട്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മാമിനോട് പറഞ്ഞാൽ എന്തായാലും വഴക്ക് കിട്ടും, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സത്യം സ്വയം പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ശാരദാമ്മയാണ് കാണിക്കുന്നത്. ആ സമയം ശ്യാമയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ രംഗം, തലേ ദിവസത്തെ രംഗം, പപ്പിയുടെ പുസ്തകവും സത്യയുടെ പുസ്തകം ഞാൻ എടുത്തു വെക്കാൻ, നിങ്ങൾ ഊണ് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ശ്യാമ സത്യയുടെ ബാഗിലോട്ട് പപ്പിയുടെ പുസ്തകം എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി ഇരിക്കുന്ന ഒരു സമയമാണ്. ശ്യാമക്ക് മറവി രോഗം വന്ന് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ വിഷാദ രോഗം അങ്ങനെ എന്തൊക്കെയോ തനിക്ക് വരുന്നുണ്ടെന്ന് ശ്യാമക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ സമയം ശാരദാമ്മ ഇങ്ങനെ മുറത്തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ടേബിളിൽ കാണാൻ 2 ടിഫിൻ ഇരിക്കുന്നു കേട്ടോ. അത് കാണുന്നതിനോടുകൂടി ഈശ്വര കുഞ്ഞുങ്ങളുടെ ഭക്ഷണമാണല്ലോ ഇത്, ശ്യാമ ബാഗിൽ വെച്ചില്ലേ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അത് കേട്ടോടെ തന്നെ എന്നിട്ട് ശാരദാമ്മ പൊട്ടിത്തെറിച്ചും കൊണ്ട് വേഗം എടി ക്ഷാമ എന്ന് പറഞ്ഞ് ഉറക്കലറി വിളിച്ചും കൊണ്ട് പോയിട്ട്. ഇതേ സമയം, എടി നീ കുഞ്ഞുങ്ങൾക്കൊന്ന് ഉച്ചക്ക് ഭക്ഷണം വെച്ചോ? ആ വെച്ചോ അമ്മേ. വെച്ചോ എന്ന് ഉറപ്പാണ്? ആ വെച്ചമ്മേ. എന്തിനാ ഇതിങ്ങനെ ചോദിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും? ഞാൻ വെച്ചു എന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പറയാനുള്ളത്? എടി നിന്നോട് ഞാൻ ചോദിച്ചേ, നീ വെച്ചോ? അമ്മയോടല്ലേ പറഞ്ഞു ഞാൻ വെച്ചു എന്ന്. പിന്നെ ഇത് ആരുടെ ഭക്ഷണമാണ്? അയ്യോ അമ്മേ, ഇത് എങ്ങനെ സംഭവിച്ചത്? എന്താ നീ കുട്ടികൾക്ക് ബാഗിൽ ഈ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടില്ല, ഇനി അകത്ത് നിന്ന് ആക്കിക്കൊണ്ടുവരുന്ന ഞാൻ കണ്ടു, പക്ഷെ ഭക്ഷണം ഇനി കൊടുത്തിട്ടില്ല എന്ന് പറയട്ടോ. അതും കൂടി ആവുമ്പോൾ ശ്യാമ, ഈശ്വരൻ്റെ കുഞ്ഞുങ്ങൾ, എടി നീ എന്ത് വിചാരിച്ചിട്ടാണ്? അപ്പോഴേക്കും ശാന്ത എന്താന്ന് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ പറയണേ, ഇവള് ഭക്ഷണം വെച്ചിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഇവള് വെച്ചില്ല എന്ന് പറയട്ടോ. അത് കേട്ടതിനോടുകൂടി ശ്യാമ നിനക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശ്യാമ കരയാണ് കേട്ടോ. അത് കേൾക്കുന്ന ശാരദാമ്മക്ക് അങ്ങ് ദേഷ്യം പിടിക്കുന്നു. ഇനി ആ കുഞ്ഞുങ്ങൾ ഇവിടെ വിശന്ന് വലഞ്ഞിരിക്കുകയായിരിക്കും, 2നും ഭക്ഷണം വെച്ച് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എത്തും, എപ്പോഴാണ് തേടി പിടിച്ച്
എങ്ങനെ എത്താനാണ്, വണ്ടി ഒന്നുമില്ലല്ലോ, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ക്ഷമയെ വഴക്ക് പറയുമ്പോൾ ക്ഷമ കരയാനിട്ട് അത് കാണുന്ന ശാരദ നമുക്ക് ദേഷ്യം പിടിച്ച്, എടി നീ എന്തിനാ അങ്ങനെ കരയുന്നത്, ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് നിന്നെ ഞാൻ വളർത്തിയത്, എന്നിട്ട് ഞാൻ ഇങ്ങനെ കരയേ ചെയ്തിരുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിരുന്നു, എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൊടുത്തത്, എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഒച്ചയെടുക്കേട്ടോ. ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ജീവിക്കാൻ ആദ്യം പഠിക്കുക, മക്കളുടെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ പൊന്നി അവിടെ വന്ന് ഇറങ്ങുന്നു കേട്ടോ. പൊന്നിയെ കണ്ടോടും തന്നെ ഒരു ഓട്ടോയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ പൊന്നിയെ കണ്ടോടും തന്നെ ശാരദാമ്മ ആ സംസാരം അവിടെ നിർത്തുകയാണ്. അപ്പോൾ പൊന്നി എന്താ വിശേഷം, എന്തെങ്കിലും വിശേഷമുണ്ടോ, ഞാൻ വെറുതെ വന്നതാ, എന്നാ പൊന്നി ഞാൻ ഈ ഭക്ഷണം കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കട്ടെ, ഇവളും കുഞ്ഞുങ്ങൾക്ക് ഉച്ചയൂണ് വെച്ചിട്ടില്ല എന്ന് ആ പാവങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുകയായിരിക്കും, ഞാൻ ഈ ഓട്ടോ വന്നത് കൊണ്ട് തന്നെ ഇതിൽ പോട്ടെ, ഇവളൊക്കെ വേണ്ടതുണ്ടല്ലോ. അത് കേട്ട ഉടനെ ക്ഷാമ പൊട്ടിക്കരഞ്ഞു അവിടെ നിന്നാണ്ട് പോവാനായിട്ട്. ആ കരച്ചിൽ കാണുമ്പോൾ തന്നെ പൊന്നിക്ക് സങ്കടമാവാണ്. ഇതേ സമയം ശാരദാമ്മ അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് ശാന്തയോട് ചോദിക്കുക, എന്താന്ന് ചോദിക്കുമ്പോൾ മക്കളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ല, ഇപ്പോൾ ക്ഷാമ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തില്ല, ഏത് സമയം സദാസമയം ആലോചനയും ചിന്തയും അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട്, അവൾ അങ്ങനെയൊന്നല്ലായിരുന്നു, അവൾ കുഞ്ഞിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്, അവൾ കുഞ്ഞുങ്ങളുടെ കാര്യം നല്ല കറക്റ്റായി അവൾ ചെയ്തിരുന്ന ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അവൾ പോയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്നി പോകുന്നു. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യയും പപ്പിയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് പപ്പി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിന്റെ ബാഗിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് സത്യ, ഇല്ല, അപ്പോൾ നിന്റെ ബാഗിൽ എൻ്റെയും ഇല്ല, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണ്ട. അപ്പോൾ അത് കേട്ടോടുതന്നെ ഇന്ന് നമുക്ക് 2 പേർക്കും ഭക്ഷണം ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ക്ഷാമയുടെ അരികിലോട്ട് ചെല്ലുകയാണ് പൊന്നി. അപ്പോൾ പൊന്നിയെ കണ്ടോടുതന്നെ ക്ഷാമ പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്ന, അതിന് മാത്രം എന്താ നിന്റെ ജീവിതത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഞാൻ അറിയാതെ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, ഇന്ന് കണ്ടില്ല ഉച്ചക്ക് ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം വെച്ചില്ല, നീ ശാരദാമ്മ വഴക്ക് പറഞ്ഞതിനാണോ, ആ കുഞ്ഞുങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുമെന്ന് കരുതിയിട്ടാണ് ശാരദാമ്മ നിന്നെ വഴക്ക് പറഞ്ഞത്, അതൊന്നും ഇത്ര കുറ്റമാക്കി എടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊന്നല്ല, എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. അല്ല പൊന്നിയേച്ചി എന്തിനു വന്നതാണ്, ഞാനിപ്പോൾ ഈ വഴി പോകുമ്പോൾ ഒന്ന് വന്നതാണ്, നമ്മുടെ സത്യാമ്മ പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സമയം അവിടെ കുറച്ച് ഓർഡർ കൊടുക്കാനുള്ള സമയത്ത് ഇവിടെ കുറച്ച് കടകളുണ്ട്, ഇവർക്കൊക്കെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ആണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിനക്ക് രോഹിത്തിനിടയിലുള്ള പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് തീർക്കണം, വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം അങ്ങനെ പെട്ടെന്ന് വരുന്ന പ്രശ്നമൊന്നുമല്ല, എന്നാൽ ഈ പ്രശ്നം അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാനും പറ്റത്തില്ല എന്ന് ക്ഷാമ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നിയോട് തുറന്ന് പറയാൻ കഴിയാതെ ക്ഷാമ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും ക്ഷാമ പൊന്നി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ നീ ഇങ്ങനെ കരയാതെ എന്ന് പറയണേ. എന്നാൽ കുഞ്ഞുങ്ങളാണെങ്കിലോ ഉച്ചയൂണ് കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ ഇനി രോഹിത്തിനെ തിരക്കി പോവാണ്. കാരണം ഇവിടെ സത്യ പറയുന്നുണ്ട്, പപ്പി നിന്റെ അമ്മ എൻ്റെ ബാഗിലാണ് പുസ്തകം വെച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ ടീച്ചറോട് പറയാനും പറ്റത്തില്ല. അപ്പോൾ പപ്പി പറയുന്നുണ്ട്, ഇനി എന്തായാലും എൻ്റെ അച്ഛനെ കയറ്റിയിട്ടല്ലേ ഈ ക്ലാസ്സിന് കയറാൻ പറ്റുള്ളൂ, അപ്പോൾ നമുക്ക് അച്ഛനെ കാണാൻ പോയാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങുകയാണ്, രോഹിത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ക്ഷാമക്ക് ഇനി രോഹിത് അരികിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഒരു വിഭ്രാന്തിയിലോട്ട് ക്ഷാമ ഇനി പോയിക്കൊണ്ടിരിക്കട്ടോ. എന്നാൽ സത്യഭാമയാണെങ്കിലോ ഇനി ഈ ഒരു കച്ചവടത്തിന് ഇറങ്ങാണ്. അവിടെയും സത്യഭാമ തോറ്റു പോവാൻ ഒരുങ്ങുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ.